ആഷിക്കെ നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ നിർമ്മാണം ഒരു വശത്ത് നടക്കുമ്പോഴും ഒരു വശത്ത് പലയിടത്തുമായി പൊളിഞ്ഞു വീഴുന്നു. ഇപ്പോഴത്തെ ഒടുവിലായി വടകര മൂരാട് ആ, ഒരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. അതായത് 10 മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പോലീസ് എത്തി അത് അടച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ണൂർ ഭാഗത്തേക്കുള്ള വണ്ടിയെല്ലാം താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഭീതി ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പേടിച്ചാണ് പറയുമെങ്കിൽ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ദേശീയപാതയിലോട്ട് കടന്ന് കയറാൻ, പ്രത്യേകിച്ച് ഈ ഫ്ലൈ ഓവറുകൾ പോലെ വരുന്ന ഭാഗത്തേക്ക് പോകാൻ എല്ലാവർക്കും പേടിയാണ്. ഏത് രീതിയിൽ എന്ത് വിശ്വസിച്ച് പോകുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. മാത്രമല്ല ഈ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. ആ വിള്ളൽ ഇനി മഴ കനക്കുന്നതോടെ ആ വിള്ളൽ വലുതാകും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയും കൂടെ നിലനിൽക്കുന്നുണ്ട്. അതായത് മണ്ണ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പലയിടങ്ങളിലായി ഇപ്പോൾ ഇതാ മണ്ണിടിച്ചിലുണ്ടാകുന്നു. അങ്ങനെ വ്യാപകമായ രീതിയിൽ ആണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, പ്രാരംഭഘട്ടം മുതൽ ഒരു കാര്യവും ചെയ്യാതെ എന്തോ ഒരുമാതിരി കുട്ടിക്കളി പോലെ ചെയ്ത പോലെ എന്ന രീതിയിലാണ് ഇപ്പോൾ തോന്നുന്നത്. എന്ത് വിശ്വസിച്ച ആളുകൾ ഇനി അതിനകത്ത് കയറും? വല്ലാത്തൊരു ഭീതിയല്ലേ സൃഷ്ടിക്കുന്നത്. ഈ നാഷണൽ ഹൈവേയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വിള്ളലുകൾ ജനങ്ങൾ മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അവസാനമായി മലപ്പുറം കൂരിയാടുണ്ടായ വലിയ തകർച്ചയ്ക്ക് ശേഷമാണ് ആളുകൾ ഇത് വളരെ ഗൗരവത്തോടെ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം നമ്മൾ ആ ദൃശ്യങ്ങളിലെല്ലാം കണ്ടു, അത്രയും ഭീകരമായിട്ടാണ് കൂരിയാട് അവിടെ തകർച്ച സംഭവിച്ചത്. അപ്പം അതിനുശേഷമാണ് ജനങ്ങൾക്ക് ഈ ഭീതിയും പേടിയും വർദ്ധിക്കുകയുണ്ടായത്. അതിൻ്റെ തൊട്ടുപിറകെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ തൃശ്ശൂർ, മലപ്പുറം പോലെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വിള്ളലുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ അന്തരീക്ഷം ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിന് വലിയ പ്രാധാന്യം കൂടുകയാണ്. കാരണം UDF ഇതിനെ വലിയൊരു പ്രചരണ ആയുധം ആയിട്ട് കൂടിയാണ് ഇതിനെ എടുക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇതിനെതിരെ UDF അഴിച്ചുവിടുന്നത്. അത് ആവശ്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു അഴിമതി അവിടെ നടന്നു എന്നാണ് UDF പറയുന്നത്. കാരണം ആ കമ്പനി, ഒരു വലിയ കമ്പനി വന്ന് ഈ NH-66ൻ്റെ പ്രവർത്തനത്തിൻ്റെ കരാറെടുക്കുന്നു. ആ വലിയ കമ്പനി ഉപകരാറുകളായി നൽകി പല കമ്പനികൾക്കും പല വർക്കുകളും കൊടുക്കുന്നു. ഇതിൽ തന്നെ അഴിമതിയില്ലേ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതിൻ്റെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇതിന് എതിരെ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ്. സെൻട്രൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറി, ദേശീയപാത അതോറിറ്റി ചെയർമാൻ എന്നിവരെല്ലാം ഈ യോഗത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇവർ കേരളത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിനായിട്ട് കേരളത്തിലെ അന്തരീക്ഷം വ്യത്യസ്തമാണ്. ഈ മലപ്പുറത്ത് സംഭവിച്ചത്, മലപ്പുറത്ത് പാടം നികത്തി പാടത്തിന് മേലെ കൂടെയാണ് ഈ ദേശീയപാത വരുന്നത്. അപ്പോൾ അവിടെ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ UDF ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം, ഇപ്പോൾ എലക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടി ഇതിലെ പ്രതിപട്ടികയിൽ ചേർക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അതിന് ശക്തമായ കാരണം അവർ പറയുന്നത്, കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു റോഡ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ, എന്ത് തരത്തിലുള്ള ആശയങ്ങളാണ് കേന്ദ്രത്തിന് മുന്നിൽ കേരളം വെച്ചിട്ടുള്ളത്, ഇങ്ങനെ കേരളത്തിലെ അവസ്ഥ മുൻനിർത്തി കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സജഷൻസ് ആണ് കേരളം വെച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിനും ഇതിൽ പങ്കില്ലേ എന്ന് കാണിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് അടക്കം ഒരുപാട് ഫ്ലക്സുകൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വികസനമാണെന്ന് ചൂണ്ടിക്കാട്ടി വെക്കുകയുണ്ടായി. പലതരം വേണ്ടേ അത്. കാരണം ഈ റിയാസിനെ പറയുന്നുണ്ട് പല പ്രാവശ്യം ഇതിനകത്ത് ലോകസമയം നമ്മൾ പങ്കാളികളായി, നമ്മുടെ പേര്, അതായത് നമ്മുടെ സർക്കാർ, കേരള സർക്കാർ ഇടപെടുന്നു. അവിടെ ചിത്രത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരാമർശമില്ല, ഫ്ലക്സിൽ പോലുമില്ല, ഒരു ഇതില്ല. മാത്രമല്ല എല്ലാ ആഴ്ചയും അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ PWD കൃത്യമായി അവലോകനം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല ഇവരുമായിട്ട് ഈ NHAIയുമായിട്ട് ബന്ധപ്പെട്ട് അവർ സഹകരിച്ചാണ് ചെയ്തതെന്നും അവർ പറയുന്നുണ്ട്. കേരളമാണ് സ്ഥലം ഏറ്റെടുത്ത് കൃത്യമായി അവിടെ ഇവിടെ എന്നൊക്കെ പറയാം. അപ്പം ഇവർ ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ എന്താണ് നടന്നത്, ഇവർ പറയുന്ന സ്ഥലങ്ങളിൽ എന്ത് പറ്റി, നമുക്ക് അവിടെ ഇത് താങ്ങും, ഒരു നേരത്തെ പറഞ്ഞു ഒരു പാലം നിർമ്മിച്ചാൽ പോലും താങ്ങും, അതിൻ്റെ മണ്ണ് അതിന് ബലക്കുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ ആഷിക്ക് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഒരു ഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ മലമ്പ്രദേശം വരും, പിന്നെ താഴ്ന്ന പ്രദേശം വരും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ കൂരിയാട് തന്നെ നോക്കുക, 2 മലകൾ പോലുള്ള, അതായത് 2 ഹൈറ്റുള്ള സ്ഥലങ്ങൾക്കിടയിലൂടെ ഒരു ബെൽറ്റ് റോഡ് പോലെയാണ് അത് കെട്ടിയിരിക്കുന്നത്. പ്ലെയിൻ റോഡായിട്ട്, ബേസിൻ റോഡ് എന്നെന്താണ് പറയുന്നതിന്. അങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ണ് താങ്ങണമെങ്കിൽ, ഇപ്പം സ്വാഭാവികമായിട്ട് മെറ്റീരിയലുകൾക്ക് കുഴപ്പമില്ല, മെറ്റീരിയലുകൾ നല്ല മെറ്റീരിയലുകളായിരിക്കും. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ടത് അവിടുത്തെ മണ്ണ് ഇതിനെ താങ്ങുമോ എന്നുള്ള രീതിയാണ്. ഈർപ്പമുള്ള മണ്ണായിരിക്കും ചിലപ്പോൾ. ഈ പ്രളയം വന്ന സമയത്ത് വെള്ളം കടന്നുപോയ വഴികളാണ് ഇതുവഴിയൊക്കെ, ഡ്രെയിനേജ് എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ബേസിൻ റോഡിൽ വരുമ്പോൾ തന്നെ അത്രയും പാലിക്കേണ്ട കുറച്ച് ചട്ടങ്ങളുണ്ട്. ഇതെല്ലാം താങ്ങുമോ, ഇത്രയും ഹൈറ്റിൽ
പണിയുമ്പോൾ തന്നെ ഇപ്പൊ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്ന മറ്റ് സ്ഥലങ്ങളിലാണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുക. അപ്പം പല രീതിയിലും കുറേ പഠനങ്ങൾ നടത്തി, ജിയോ ഫിസിക്കൽ സ്റ്റഡീസ് ഒക്കെ നടത്തിയതിന് ശേഷമായിരുന്നു ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കേണ്ടത്. അപ്പോൾ കേരള സർക്കാരിന് ഒരിക്കലും നമുക്ക് ഇതിനകത്ത് കഴുകി അതിൽ നിന്ന് മാറാൻ പറ്റില്ല. സർക്കാരിന്റെ പങ്ക് അതിനകത്ത് വ്യക്തമാണ്. അതിനകത്ത് ഇപ്പോൾ ഇനി പ്രതിപക്ഷം ഉന്നയിച്ചില്ലെങ്കിൽ പോലും സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ തന്നെ നമ്മൾ നോക്കൂ, ഇവിടെയൊക്കെ വീടുകൾ പണിയുന്നത് പോലും പലരും അനധികൃതമായിട്ട് വീടുകൾ പണിയുന്നുണ്ടായിരിക്കും. ഇവിടെയൊക്കെ ചിലപ്പോൾ സ്വാധീനത്തിന്റെയോ അല്ലെങ്കിൽ പണത്തിന്റെയോ പേരിലായിരിക്കും അവിടെ സർക്കാരിന് നേരിട്ട് പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പോലും ഉദ്യോഗസ്ഥർ മതി ഇത് തീരുമാനിക്കാൻ. അങ്ങനത്തെ പല പരിസ്ഥിതി ചട്ടങ്ങളും ഉണ്ടാകും. അതിന്റെ ഉദാഹരണമാണല്ലോ മറ്റേ മരടിലെ ഫ്ലാറ്റ് അടക്കം പൊളിച്ചിടേണ്ട അവസ്ഥ വന്നത്. കേരളം അത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലൊരു ഭൂമി അല്ലെങ്കിൽ ഒരു വീട് കിട്ടണമെങ്കിൽ പോലും നമ്മൾ ഒരുപാട് പഠനം നടത്തേണ്ടിയിരിക്കും. നമ്മൾ ആ ഒരു ഇവിടുത്തെ ഒരു ഘടന അങ്ങനെയാണ്, ഭൂപ്രദേശം അങ്ങനെയാണ്. അപ്പോൾ അത് അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. കേന്ദ്ര സർക്കാരിന് ഇതിനെ അറിയണമെന്നില്ല, പല കാര്യങ്ങളും ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ അധികൃതർ പറഞ്ഞു, അവിടുത്തെ ജനങ്ങൾ പോലും പറഞ്ഞിരുന്നു ആ പാലം കിട്ടുന്നതിന് മുൻപ് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഭീഷണിയാകില്ലെന്ന് അവർ പലതവണ മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം അവർ ഒരു ടീമായിട്ട് ഇത് രൂപീകരിക്കുന്നു, ഒരു കമ്മീഷൻ പോലെ ഇതൊക്കെ ആകുന്നു. അവർ തന്നെ ഒരു സമരസമിതിയായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. എന്നിട്ട് പോലും ഒന്നും വാർത്തകളിൽ വന്നില്ല. സ്വാഭാവികമായിട്ടും റോഡ് വരുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ നടത്തുന്ന സമരം എന്ന രീതിയിൽ അതിനെ തള്ളിക്കളഞ്ഞു. മാധ്യമങ്ങൾ പോലും കൈയെടുത്തില്ല, അതിനകത്തൊരു നിലപാടെടുത്തില്ല. അപ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായത് ഇപ്പോൾ ഇങ്ങനെ ഈ ഓരോ ഇടത്തും ഇടുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജനങ്ങൾക്കറിയാവുന്ന ഒരു കോമൺ സെൻസ് പോലും ഇപ്പോൾ ആ രീതിയിൽ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. ഇവിടെ ഈ ഒരു വിഷയം ഉയർന്നു വന്നതിനെ തുടർന്ന് പല വിഷയങ്ങളും ഇതിനോടനുബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊരു മെയിൻ പ്രശ്നമായി ജനങ്ങൾ പറയുന്നത്, പല സ്ഥലങ്ങളിലും ഹൈറ്റുള്ള റോഡ് ഈ ഹൈറ്റ് ഒഴിവാക്കാനായി നിരത്തി ആ ഭാഗം തുരന്ന് സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് പണിയുന്ന പല സ്ഥലങ്ങളുമുണ്ട്. NH-ലും അതുപോലെ തന്നെ സ്റ്റേറ്റ് റോഡിലുമുണ്ട്. അങ്ങനെ നിരപ്പായിട്ട് റോഡ് പണിയുന്ന സമയത്ത്, അതായത് ഈ ഹൈറ്റ് കുറയ്ക്കാനായി വണ്ടികൾ സുഗമമായി പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇടിച്ച് നിരപ്പായി പണിയും. അപ്പോൾ രണ്ട് സൈഡിലും മണ്ണ് ഇങ്ങനെ ഭിത്തി പോലെ നിൽക്കും. ഈ ഭിത്തി പോലെ നിൽക്കുന്ന മണ്ണ് അവിടെ ഉറപ്പിച്ച് നിർത്താനായി ഇവർ കോൺക്രീറ്റ് ചെയ്യാൻ മുതിരുന്നില്ല. കാരണം കോൺക്രീറ്റ് ചെയ്യുന്നതിന് വലിയ ചിലവാണ്, അത്രയും ചിലവ് താങ്ങാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ ഇവർ ചെയ്യുന്നത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ചെറിയ ഹോളുകൾ ഇട്ട് അതിലേക്ക് കോൺക്രീറ്റ് ഇറക്കി നെറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ. ഇത്തരം പ്രക്രിയകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് കോൺക്രീറ്റിൻ്റെ അത്ര ലാസ്റ്റിംഗ് ഉണ്ടാവില്ല, കോൺക്രീറ്റിൻ്റെ അത്ര ചിലവും വരുന്നില്ല, അതുകൊണ്ട് തന്നെ അത്രയും ലാസ്റ്റിംഗ് വരുന്നില്ല. ഈ മൺതിട്ടകൾക്ക് മേലെയായി പല വീടുകളും പല കുടുംബങ്ങൾ കഴിയുന്ന വീടുകളാണുള്ളത്. അവർക്ക് ആശങ്ക ഏറെയാണ്. അവർ ഒരിക്കലും ഈ സോയിൽ നെയിലിംഗ് പോലെയുള്ള പ്രക്രിയ ചെയ്യാനല്ല, ഞങ്ങൾക്ക് കോൺക്രീറ്റ് ഭിത്തി കെട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം സേഫാണെന്ന് പറയാം. കാരണം പിന്നെ ഒരു ഇടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നെറ്റ് കൊണ്ടുള്ള പരിപാടികൾ പലയിടത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പലയിടത്തും ഇപ്പോൾ ഈ മഴയും അതിശക്തമായ കാലാവസ്ഥ വരുമ്പോൾ അത് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ. ഈ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആശങ്ക പലതവണ സർക്കാരിനോട് പറയുന്നതും അവരത് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. ഇത് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇത് മതി, ഇവിടെ ഈ പരിസ്ഥിതിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ പല പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ദേശീയപാതയുടെ സൈഡിൽ ചെയ്തു വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഈ മലപ്പുറത്ത് ഇത്തരം ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇതെല്ലാം ശ്രദ്ധയിൽ വരുന്നത് എന്ന് വേണം എടുത്തു പറയാൻ. കാരണം പല സ്ഥലങ്ങളിലും പണം ലാഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ജീവൻ പോലും പ്രശ്നത്തിലാവുന്ന തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മഴ അതിശക്തമാണ്, ഈ വർഷവും മഴ കൂടുതലാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഭീതി വർദ്ധിക്കുകയാണ്. ജനങ്ങൾക്ക് ആപത്തില്ലാത്ത തരത്തിൽ എന്തു നിർമ്മാണം ചെയ്യുമ്പോഴും ജനങ്ങൾക്ക് ആപത്തില്ലാത്ത തരത്തിൽ, അവർക്ക് അവരുടെ ജീവന് ഒരു പ്രശ്നവുമില്ലാത്ത തരത്തിൽ വേണം പണിയാൻ. സമയം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു കൃത്യമായൊരു ഇടപെടൽ രാഷ്ട്രീയ ആയുധം ആക്കുന്നത് ഒരുപക്ഷെ നല്ലത് തന്നെയാണ്. കാരണം അങ്ങനെയെങ്കിലും തെറ്റ് തിരുത്താൻ പറ്റുമെങ്കിൽ തെറ്റ് തിരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.